ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഓവർകോട്ടിൻ്റെ വീഡിയോ ആണ്. അതിനായിട്ട് വേണ്ട മെഷർമെൻറ്റ്സ് എത്രയാണെന്ന് നോക്കാം. നമ്മൾക്ക് നമ്മുടെ കോട്ടൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 15.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ 15.5യുടെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി വേണം. പിന്നെ വേണ്ടത് ഷോൾഡർ അളവാണ്. ഷോൾഡർ വന്നിട്ട് 15 വരുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട് നെക്ക് വന്നിട്ട് 5 ഇഞ്ചാണ്, ബാക്ക് നെക്ക് 3 ഇഞ്ച്. ബാക്ക് നെക്ക് 3 ഇഞ്ച് ആകുമ്പോഴത്തേക്കും ഈ ഷോൾഡറിൻ്റെ 15ൽ നിന്ന് ഒന്നും കുറക്കണ്ട, അതിൻ്റെ നേർ പകുതി എടുത്താൽ മതി. 15 പകുതി എന്ന് പറയുമ്പോൾ 7.5 വരും. ഈ 7.5 നമ്മുടെ ഷോൾഡർ അളവായിട്ട് എടുക്കുന്നത്. പിന്നെ ചെസ്റ്റ് അളവ് വന്നിട്ട് വരുമ്പോഴത്തേക്ക് 42 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂടി കൂട്ടുമ്പോൾ 44, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 ഇഞ്ചാണ്. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർക്കാം. പിന്നെ ബസ്റ്റ് അളവ് 41 വരുന്നത്. അപ്പം നമ്മുടെ ചെസ്റ്റിനേക്കാൾ കുറവാണ് ബസ്റ്റ് അളവ്, അതുകൊണ്ട് നമുക്കത് മാർക്ക് ചെയ്യേണ്ട. അടുത്തത് വെയ്സ്റ്റ് അളവാണ് വരുന്നത്. വെയ്സ്റ്റ് 38 വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂടി കൂട്ടുമ്പോൾ 40. 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇത്രയുമാണ് നമ്മൾക്കിപ്പോൾ മെഷർമെൻ്റായിട്ട് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഈ തുണിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. തുണി ഇതുപോലെ 4 മടക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ലെങ്ത്ത് വന്നിട്ട് 15.5 നമുക്ക് 16.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കറക്റ്റ് അത്രയും തന്നെ തുണി ഉണ്ടായിരുന്നുള്ളത്, ലൈനിങ് മെറ്റീരിയൽ അല്ലേ. ഇനി നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 7.5 ഇഞ്ചാണ് ഷോൾഡർ വന്നത്. ആ ഷോൾഡർ ഇവിടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരല്പം താഴേക്ക് ഇറക്കി വീണ്ടും 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ താഴേക്ക് 7 ഇഞ്ചാണ് കേട്ടോ എടുത്തത്. ആ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഒരല്പം നീക്കി വീണ്ടും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അവിടെ നമുക്കൊന്ന് ഒരു സ്കെയിൽ വെച്ചിട്ട് ഈ ലൈൻസ് ഒന്ന് ജോയിൻ ചെയ്ത് വരക്കാം. ഇനി നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ 7.5 എടുത്തതിൻ്റെ പകുതി 3.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ചെസ്റ്റ് മെഷർമെൻറ്റ് നമുക്ക് 11 വന്നത്. ആ 11 മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആം റൗണ്ട് എത്രയാണ് വരണതെന്ന് നോക്കാം. ആം റൗണ്ട് വന്നിട്ടുള്ളത് 18 ഇഞ്ചാണ് വന്നത്. ആ 18 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ ലൂസിനായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 19 വരും. അതിനെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ച്. ഈ 9.5 ഇഞ്ചാണ് നമുക്ക് ഈ ആം റൗണ്ടായിട്ട് വരേണ്ടത്. ലൂസ് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ് വരുന്നത്. ആ 15ൻ്റെ കൂടെ 1.5 ഇഞ്ച് നമുക്ക് ലൂസ് കൂട്ടിയിട്ട് 16.5 വരും. 16.5യുടെ പകുതി 8.25 ഇഞ്ചാണ് അത് നമുക്ക് കൈക്ക് വെട്ടുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി ലൂസ്. ഇപ്പം നമുക്ക് വേണ്ടത് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ വേണ്ടത് 9.5. ഈ ആം ഹോൾ കർവ് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 3.25 പോയിൻ്റ് ഇല്ലേ, അതും താഴത്തും ജോയിൻ ചെയ്യുന്ന രീതിയിൽ, മുട്ടുന്ന രീതിയിൽ വന്നിട്ട് മുകളിലൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ആം ഹോൾ കർവ് വെച്ചത്. ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പിനായിട്ട് വരച്ചിട്ടുണ്ട്. ഒരു ഇഞ്ചോളം ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. എന്നിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം കേട്ടോ. അവിടെ ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് നമ്മൾ തയ്യൽ തുമ്പായിട്ട് വിട്ടിട്ട് ഈ സൈഡിലൊക്കെ ഒരു 1/4 ഇഞ്ച് മാറ്റിയിട്ടാണ് നമ്മൾ അളന്നെടുക്കുന്നത് കേട്ടോ. അളന്നെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് 9.5 ഇഞ്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി ഒന്ന് ഒരു മാർക്കിങ് കൊടുക്കാം. അവിടെ നിന്ന് ഒരു ലൈനിങ് വരച്ചു കൊടുക്കാം. നമ്മൾക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ടാണ്. അതും ഇതുപോലെ തന്നെ ആം ഹോൾ കർവ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് വേസ്റ്റ് ആയിട്ട് വരുന്നത് 10 ഇഞ്ചാണ്. ആ 10 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്താ ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് വരക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു അടിഭാഗത്തൊരു 1/4 ഇഞ്ച് കയറ്റിയിട്ടൊരു മാർക്കിങ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് കയറ്റി ഒരു സ്ലോപ്പ് പോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മുടെ ആ മാർക്കിങ്ങിലൂടെ നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ 1/4 ഇഞ്ച്, അവിടെയും അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് ഈ 2 സ്ഥലത്ത് നമുക്ക് ഒരു നോച്ചിട്ട് കൊടുക്കാം, മുകളിലും താഴത്തുമായിട്ട് ആ മാർക്കിങ്ങിൽ. ഇതങ്ങ് തുറന്ന് വെച്ചിട്ട് ഉള്ളിലേക്ക് ആ താഴെ മുകളിൽ നോച്ച് വന്ന ആ പാട് നോക്കി നമുക്കിവിടെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ അളവാണ് എടുക്കേണ്ടത്. ഇത് ഞാൻ മാർക്ക് ചെയ്തത് കാണിക്കാൻ വിട്ടുപോയി. നെക്കിൻ്റെ വിട്ട് എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചാണ്. മുകളിലും താഴത്തേക്കും 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ ഒരു 3.25 ഇഞ്ച് താഴേക്ക് ഇറക്കി. ഫ്രണ്ട് നെക്ക് 5 വേണ്ടത്. അപ്പോൾ ഒരു 5.25 ഇഞ്ചിലും മാർക്ക് ചെയ്തു.
എന്നിട്ട് അത് നമ്മളൊരു ബോക്സ് പോലെ ആക്കിയിട്ട് നമ്മളുടെ ഈ ആം ഹോൾ കയറി വെച്ചിട്ട് ഇങ്ങനെ യു നെക്കായിട്ട് തന്നെ യു ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ബാക്ക് നെക്ക് ആദ്യം വെട്ടി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ ഉള്ളിൽ നിന്ന് ആ ബാക്കിൻ്റെ പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഇതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ട് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഫ്രണ്ട് 5 ഇഞ്ചാണ് ലെങ്ത്ത് വന്നത്. അപ്പോൾ 5.25 എടുത്തിട്ട് നേരത്തെ മാർക്ക് ചെയ്ത് അതിൽ കൂടി അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നെക്ക് മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ താഴേക്ക് ഒരു 1 ഇഞ്ച് അളവിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോട്ടിൻ്റെ ഫ്രണ്ട് ഓപ്പൺ അല്ലേ, ആ ഓപ്പണിങ് ഒരല്പം ഒരു 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ആ ഫ്രണ്ടിൽ കിടക്കേണ്ടത്. അത് കാരണം കൊണ്ട് നമ്മൾ മടക്കി ഇട്ടിരിക്കുന്നത് കൊണ്ടിട്ട് 1 ഇഞ്ച് അളവിൽ താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ആ ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ച് ആ ഒരു ഫ്രണ്ട് ആം ഹോൾ നമ്മൾ ഒരല്പം കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ മാർക്കിങ്ങിലൂടെ അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ പോർഷനാണ് കട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ തുണി മെഷർമെൻ്റ് എടുക്കുന്നത് ഈ ലൂസ് അളവ് വെച്ചിട്ടാണ്. നമ്മളുടെ ഇവിടെ ഈ ഒരു ഭാഗം, അതായത് ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് കയ്യിലേക്ക് നമ്മുടെ ആ റൗണ്ട് എത്ര വരുന്നോ, കണ്ടോ ഈ ഒരു റൗണ്ട് എത്ര വരുന്നോ അതാണ് നമ്മളുടെ ലൂസായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ്സ് മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ മുകൾ ഭാഗത്തൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 13 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഇനി മുകളിലത്തെ ലൈനിൽ നിന്ന് താഴേക്ക് 3.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കസ്റ്റമറുടെ ലൂസ് എന്ന് പറഞ്ഞാൽ 15ആണ്. 15നോട് കൂടി 1.5 ഇഞ്ച് കൂട്ടി 16.5 ഇഞ്ച് വന്നു. അതിൻ്റെ പകുതി 8.25 ഇഞ്ച് വന്നു. ഇതുണ്ടോ, ഈ നമ്മൾ ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഈ 8.25 മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, 8.25 മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ 8.25 മാർക്ക് ചെയ്തതിൻ്റെ പകുതി, 8.25ൻ്റെ പകുതി എന്ന് പറയുമ്പോഴത്തേക്കും 4.1 വരും. അതാണ് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. കണ്ടോ, എന്നിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് 3.5 ഇഞ്ച് ഉണ്ടല്ലോ, ആ 3.5 ഇഞ്ചിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ 1/4 ഇഞ്ച് കൂടി കൂട്ടണം. അപ്പോൾ 3.5യുടെ പകുതി 1.25 വന്നു. അതിനോടുകൂടി 1/4 കൂട്ടിയപ്പോൾ നമുക്ക് അവിടെ 2 ഇഞ്ച് വന്നു. പിന്നെ ആ 8.25 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഇടന്ന് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 1/2 ഇഞ്ചിൽ നിന്ന് ഈ 2 ഇഞ്ചിലേക്ക് ഒരു കർവ് പോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്, ആം ഹോൾ കർവ് വെച്ചിട്ട്. അതുപോലെ മുകളിൽ നിന്ന് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തേക്കും ഒരു കർവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് അളന്ന് നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് 9.25 ഇഞ്ച് വരും. നമുക്ക് ആക്ച്വലി വേണ്ടത് 9.5 ആണെങ്കിലും ഒരു 1/4 ഇഞ്ച് നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ 9.5 വരും. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടോ, ഫ്രണ്ട് ഭാഗത്ത് 2 പീസ് തുണി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ആ ഫ്രണ്ട് ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് നമുക്ക് കുഴിച്ച് വെട്ടണം. അപ്പോൾ നമ്മൾ നേരത്തെ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെയാണ് കറക്റ്റ് ആ 1/4 ഇഞ്ച് വരുന്നത്. അവിടെ കൊണ്ടിട്ട് നമുക്കിങ്ങനെ കുഴിച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രണ്ട് ഭാഗം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ മാർക്ക് വന്നെടുത്ത് താഴെ നമ്മൾക്ക് ഓപ്പണിങ് വരുന്നത് 11.5 ഇഞ്ചാണ്. അപ്പോൾ 5.25 താഴെ വന്നത്, അവിടെയും നോച്ചിട്ട് കൊടുത്തു. അതിനുശേഷം ഇതുപോലൊരു ആം ഷേപ്പർ കൊണ്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിലും ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ നല്ല പീസാണിത്. ഈ നല്ല പീസ് ഇവിടെ വെച്ചിട്ട് ആ ലൈനിങ് പീസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 4ആയിട്ട് മടക്കിയാണ് അത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതങ്ങോട്ട് മുകളിൽ ബാക്ക് പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് പീസ് അങ്ങ് വെച്ചിട്ട് അതേ അളവിൽ ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് തുണി നമുക്ക് എക്സ്ട്രാ ഇതിലുണ്ടാവും, അത് നമുക്ക് പിന്നീട് തയ്ച്ച് കഴിഞ്ഞിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതായത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഫ്രണ്ട് പോർഷൻ സെപ്പറേറ്റ് എടുത്തിട്ട് ആ ഫ്രണ്ട് പാർട്ട് ഇതാണ് ഫ്രണ്ട് വരുന്നത്. അത് നമുക്ക് സൈഡ് പിന്നെ കട്ട് ചെയ്യാം. ആ സെൻറ്റർ അങ്ങ് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ ഉണ്ടോ നല്ല പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് സ്ലീവ്സ് വെച്ചിട്ട് സ്ലീവ്സും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബയാ സ്ട്രിപ്പ് വേണം. അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണി നമുക്കിങ്ങനെ കോണോട് കോൺ കണ്ടോ സ്കെയിൽ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഈ സ്കെയിലിൽ വരുന്നത് 1.5 ഇഞ്ചാണ് അളവ് വരുന്നത്. അത് കാരണം കറക്റ്റ് ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചിട്ട് 3-4 ലൈൻ ചരിച്ച് വെച്ച് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതുകൊണ്ടിട്ടാണ് നെക്ക് മടക്കി അടിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ബാക്ക് പീസാണ്. നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് എടുത്ത് നല്ല പീസ് നിവർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് പീസ് വെച്ചിരിക്കുകയാണ്. നമ്മൾ ആ മാർക്ക് ചെയ്തത് നമുക്ക് കാണാത്ത രീതിയിൽ മുകളിലാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം കറക്റ്റായിട്ട് നേരെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം നേരെ വെച്ചിരിക്കുന്നു. ഇനി ആദ്യമായിട്ട് ഒക്കെ തയ്ക്കുമ്പോഴത്തേക്കും നേരെ അല്ലാന്നുണ്ടെങ്കിൽ മുട്ടുസൂചി കൊണ്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുക. ഇതിപ്പോൾ കോട്ടൺ ആയതുകൊണ്ടും തെന്നാതെയൊക്കെ ഇരിക്കുന്നത് കൊണ്ടും നമുക്ക് മുട്ടുസൂചി കുത്തണമെന്നില്ല. അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൈ കൊണ്ടൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നും. ഇതായത് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ടാണല്ലോ നല്ല പീസ് കട്ട് ചെയ്തത്. അപ്പം നല്ല പീസ് എന്തായാലും നമ്മൾ ഇതിൽ വെച്ചിട്ട് തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പുറത്തേക്ക് എക്സ്ട്രാ ആയിട്ട് നിൽപ്പുണ്ടാവും. ആ എക്സ്ട്രാ നിൽക്കുന്ന നല്ല പീസ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മളുടെ ഫ്രണ്ട് പീസ്, ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക. അതായത് നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് അടിയിൽ വരുന്ന രീതിയിൽ ആ ഫ്രണ്ട് പീസിന്, അതായത് നെക്കിൻ്റെ താഴെ ഭാഗം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അറ്റത്തേക്ക് ഫ്രണ്ട് സൈഡ് നമുക്ക് ഓപ്പണായിട്ട് വരുമല്ലോ, ആ ഒരു ഭാഗമാണ് ഇത്. അതൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത പീസ് എടുത്തിട്ട് നമ്മുടെ മാർക്ക് ചെയ്ത ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ ഈ തുണിയെല്ലാം ചേർത്ത് വെച്ചിട്ട് കറക്റ്റ് ഒരിടവും ലൈനിങ് മാത്രമായിട്ട് നിൽക്കരുത്, നല്ല വശം ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ എല്ലായിടവും വെച്ചിരിക്കുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുന്ന ഭാഗം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്ത സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് നിവർത്തിയിട്ടിട്ട് ആ ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ട്, ഈ ലൈനിങ്ങിലാണേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, ലൈനിങ് ഇതിങ്ങനെ എടുത്തിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് മടക്കി ലൈനിങ് അടിയിലാക്കി വെച്ചിട്ട് തീരെ അറ്റത്തേക്ക് ചേർത്ത് ഒരു സ്റ്റിച്ച് അങ്ങിട്ട് കൊടുക്കുക. നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ പീസും തയ്ച്ചെടുക്കണം. അതുപോലെ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളുടെ ലൈനിങ്ങിലേക്ക് ചേർത്ത് ഇവിടെയൊക്കെ ഒന്ന് നേരത്തെ ബാക്ക് പീസ് അടിച്ചില്ലേ, അതുപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ എക്സ്ട്രാ നിൽക്കുന്ന പീസുകൾ കണ്ടോ, എക്സ്ട്രാ നിൽക്കുന്ന പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ തന്നെ മറു സൈഡും, ഫ്രണ്ടിൻ്റെ തന്നെ മറു സൈഡ് 2 സൈഡ് ഉണ്ടല്ലോ, ആ സൈഡും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാനുള്ളതാണ്. ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ 2 സൈഡ് നമ്മൾ അതേപോലെ അടിച്ചെടുത്തതാണ് കേട്ടോ.
ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇത് നല്ല തുണി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുകയാണ്. നല്ല വശം എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത ആ സൈഡ് ഉണ്ടല്ലോ, അത് അടിയിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കണ്ടോ ഇതുപോലെ വെക്കുകയാണ്. എന്നിട്ട് ഈ അടിഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചേർത്തടിക്കുകയാണ്. 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് നമ്മളിവിടെ ലൈനിങ് നല്ല തുണിയും കൂടി ചേർത്ത് വെച്ചു. എന്നിട്ട് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ലൈനിങ്ങിലേക്കും ആ അടിഭാഗത്തെ തയ്യൽ തുമ്പിലേക്കും ചേർത്തിട്ടാണ് ഈ അടിക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ലൈനിങ്ങും ആ അടിഭാഗത്തെ തയ്യൽ തുമ്പും ചേർത്ത് ഒന്നുകൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അടിച്ചാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ കഴുകിയൊക്കെ കഴിയുമ്പോൾ ഈ ലൈനിങ് താഴേക്ക് തൂങ്ങത്തില്ല, കൈയിൻ്റെ താഴേക്ക് തൂങ്ങിക്കിടക്കത്തില്ല, അത് ഒഴിവാക്കാൻ പറ്റും. അതിനുശേഷം ഈ മുകൾ ഭാഗം ഈ ലൈനിങ്ങും നല്ല തുണിയും ചേർന്ന് വരുന്ന ഈ മുകൾ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഈ ബാലൻസ് തുണി കട്ട് ചെയ്ത് മാറ്റാം. ആ തുണി അങ്ങനെ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അടിഭാഗത്ത് അത് വേണമെങ്കിൽ അടിച്ചാൽ മതി. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഉൾവശം 2 സ്റ്റിച്ച് കൊടുത്തത് കാരണം ആ തുണി തൂങ്ങിക്കിടക്കത്തില്ല. ഇതുപോലെ തന്നെ മറു കൈയും നമുക്ക് തയ്ച്ചെടുക്കാം. കണ്ടോ 2 സ്ലീവ്സും ഇപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മളുടെ ബാക്ക് പീസും ഫ്രണ്ട് 2 പീസും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാനാണ്. ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ എടുത്ത് വെക്കുക. കാരണം ആ ഫ്രണ്ട് സൈഡ് കണ്ടോ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ സെൻറ്ററിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് വെറുതെ രണ്ടും കൂട്ടി വെച്ചിട്ടങ്ങ് ഷോൾഡർ ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 സ്റ്റിച്ച്, 2 സ്റ്റിച്ച് അടുപ്പിച്ചും ഒരു സ്റ്റിച്ച് നമുക്ക് അറ്റത്തേക്ക് നീക്കിയും ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ പീസ് കണ്ടോ ഇതുപോലെ വെച്ചിട്ട് അവിടെയും നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെയും 1/4 ഇഞ്ച് ഒരു പോയിൻറ്റ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഉണ്ടോ ഇപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൽ ക്രോസ് പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ക്രോസ് പീസുകളൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. 2 ക്രോസ് പീസ് ഇതുപോലെ അങ്ങ് വെച്ചിട്ട് അറ്റത്ത് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ക്രോസ് പീസും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ആ എക്സ്ട്രാ വരുന്നത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മുടെ കോട്ടിൻ്റെ നെക്ക് ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് ഈ ക്രോസ് പീസ് വെക്കുക. നല്ല വശവും ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ അറ്റ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് നമുക്ക് ഈ നെക്ക് ഫുൾ ഈ ക്രോസ് പീസ് വെച്ച് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലായിടവും ഒരേ ഗ്യാപ്പ് തന്നെ 1/4 ഇഞ്ച് ഗ്യാപ്പ് തന്നെ ഇങ്ങിട്ട് അടിക്കുകയാണ്. നമ്മൾ ഈ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒട്ടും വലിച്ചു പിടിക്കേണ്ട, കറക്റ്റായിട്ടങ്ങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഈ തയ്ച്ച ഈ സ്റ്റിച്ചിൽ കൊള്ളാതെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഫുൾ ഇങ്ങനെ ഈ നെക്ക് ഫുൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ, ക്രോസ് പീസ് ഇതുപോലെ അങ്ങ് നിവർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി, ഈ മടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ തയ്യൽ തുമ്പ് മുന്നോട്ട് നിൽക്കണം കണ്ടോ. എന്നിട്ട് ഈ ഗ്യാപ്പിൽ, അതായത് നമ്മൾ ആദ്യം ചെയ്തില്ലേ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതിവിടെ ഒന്നിങ്ങനെ നഖം കൊണ്ടൊന്ന് പതുക്കെ ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളുടെ ആ തയ്യൽ തുമ്പ് മുന്നോട്ട് എടുത്തിട്ട് ലൈനിങ് ഉള്ളിലേക്ക് മടക്കണം. അങ്ങനെ മടക്കി ഇത് ഫുൾ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫുൾ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ലാസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തുണി തള്ളി നിൽക്കുന്നത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അതും അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കണ്ടോ ഈ ക്രോസ് പീസിൻ്റെ ബാലൻസ് ഇങ്ങനെ തള്ളി നിൽക്കുന്നത്, അതായത് സ്റ്റിച്ച് വീഴാത്ത ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്ത് ഫുൾ മാറ്റാം. അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നെക്ക് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് കണ്ടോ. ഈ 2 ത്രെഡ് ഇവിടെ ഇങ്ങനെ കിടക്കും.
ആ ത്രെഡിൻ്റെ അറ്റത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി അതിന് ശേഷം ഇതിൻ്റെ സ്ലീവ്സ് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് സ്ലീവ് എടുത്തിട്ട് ഫ്രണ്ടും ബാക്കും ഒന്ന് നോക്കണം. കണ്ടോ, ആ ഒരു നമ്മൾ നോച്ചസ് ഇട്ടല്ലോ, അത് വെച്ചിട്ട് ഫ്രണ്ടും ബാക്കും നോക്കി സെൻറ്റർ കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ തന്നെ വെച്ച് സെൻറ്ററിൽ നിന്നാണ് അടിച്ച് തുടങ്ങുന്നത്. സെൻറ്ററിൽ നിന്ന് അടിച്ച് താഴേക്ക് 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്ലീവ്സും നമ്മൾ തയ്ക്കുമ്പോഴത്തേക്കും ഒട്ടും വലിച്ചു പിടിക്കാൻ പാടില്ല, കറക്റ്റ് പിടിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും നമ്മൾ സെൻറ്ററിലേക്ക് വെച്ചിട്ട് അപ്പുറം സൈഡും ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തല്ലോ, വീണ്ടും നമുക്ക് ഇതിങ്ങനെ തിരിച്ച് വെച്ച് ഒന്ന് ഫുള്ളായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ പാടിലൂടെ തന്നെ ഫുള്ളായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ലോക്ക് ചെയ്യുന്നവരങ്ങ് ലോക്ക് ചെയ്യുക, ലോക്കില്ലാത്തവർ ഈ അറ്റത്തേക്ക് ചേർത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറം സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഈ അടിഭാഗം ഉണ്ടല്ലോ, നമ്മളുടെ ഈ കോട്ടിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ്. ഫുള്ളായിട്ടങ്ങ് മടക്കി അടിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ കോട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് മുട്ടുസൂചി കൊത്തുക. മുകളിലത്തെ ലൈനിൽ മുട്ടുസൂചി ഇങ്ങനെ കുത്തിയെടുക്കുമ്പം ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് നോക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വരച്ചത് കാരണം കറക്റ്റ് അപ്പുറത്തെ ലൈനിൽ തന്നെ ആയിരിക്കും കുത്തി കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ മുട്ടുസൂചി കുത്തി കഴിഞ്ഞ ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാം കുത്തിയിട്ടുണ്ട്. ഇനി ഇതേ കറക്റ്റ് ആ ലൈനിലൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാം. 2 or 3 സ്റ്റിച്ച് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കൈയുടെ പോർഷൻ വരുമ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. മുട്ടുസൂചി കുത്തി കൊടുക്കുമ്പോഴത്തേക്കും ഉള്ളിലും ആ കറക്റ്റ് സ്ലീവ്സിൻ്റെ ആ കറക്റ്റ് സ്റ്റിച്ചിങ് നേരെ തന്നെയാണോ എന്ന്, പൊങ്ങിയും താന്നൊന്നും പോകരുത്, അത് വൃത്തികേടായിരിക്കും. നമ്മളിവിടെ 2 or 3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പുറത്തും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ കോട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കോട്ടിൻ്റെ ഫൈനൽ രൂപം വരുന്നത്. നമ്മളിതാ ഈ ത്രെഡിൻ്റെ അറ്റത്ത് 2 ടസലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്